ഈ ഹിദായത്ത് 4 തരത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ തരം എന്ന് പറയുന്നത് ഹിദായത്തുൽ ആമ്മ ലികുല്ലി അഹദിൻ ബിഹസബി ഹാലിഹി, പൊതുവായിട്ടുള്ള ഹിദായത്താണ്. അതെങ്ങനെയുള്ളതാണ്? എല്ലാവർക്കും ഉള്ളതാണ്, ഓരോരുത്തരുടെയും അവസ്ഥ അനുസരിച്ചിട്ടുള്ള ഹിദായത്താണത്. അതാണ് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. മൂസാ അലൈഹി ഇസ്ലാമിനോട് ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഫിറഔൻ എന്ത് ചെയ്യുന്നുണ്ട്? മൂസാ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നു. അപ്പോൾ മൂസാ അലൈഹി ഇസ്ലാം പറയും റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദ. നമ്മുടെ റബ്ബ് എങ്ങനെയുള്ള റബ്ബാണ്? അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു, എല്ലാ സൃഷ്ടിക്കും അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിന് പ്രത്യേകമായിട്ടുള്ള രൂപങ്ങൾ നൽകിയിട്ടുള്ളവനാണ് നമ്മുടെ റബ്ബ്. എന്നിട്ട് പറഞ്ഞു സുമ്മ ഹദ, പിന്നീട് എന്ത് ചെയ്തു? വഴി കാണിച്ചു കൊടുത്തു. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൃഷ്ടികളും ഇതിൽപ്പെടും. ഇതെന്താണ്? ഹിദായത്തുൽ ആമാണ്. അതിന് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ ഹുദ എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ഉദ്ദേശം. രണ്ടാമത്തെ ഹിദായത്ത് ബറക്കല്ലാഹു ഫീക്കും ഹിദായത്തു ദലാല വൽ ഇർഷാദ്. ദലാല എന്ന് പറയാം, ദിലാല എന്ന് പറയും. അത് സന്മാർഗം കാണിച്ചു കൊടുക്കുക, നേർവഴി കാണിച്ചു കൊടുക്കുക, അത് വ്യക്തമാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഹിദായത്ത്. ഈ ഹിദായത്ത് എന്ന് പറയുന്നത് അമ്പിയാക്കൾക്കും റസൂൽമാർക്കും അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകർക്കുമുള്ള ഹിദായത്താണിത്. ഇതെന്താന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹിദായത്തിലേക്ക് എത്തിക്കാനുള്ള സബബാണിത്. അള്ളാഹു ഒരുവനെ ഹിദായത്തിലാക്കാനുള്ള സബബാണെന്ത്? ഹിദായത്തു ദലാല വൽ ഇർഷാദ്. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പോ ഇസ്ലാമിലേക്ക് സബബാവുന്നത് ആര് വഴിയായിരിക്കും? ഈ നമ്മൾ പറഞ്ഞ പോലെ നബിമാരുടെ ത്രൂ, അല്ലെങ്കിൽ അമ്പിയാക്കളുടെ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ദായിമാരുടെ ത്രൂ ആയിരിക്കും എന്ത് ചെയ്യുക? ഒരു വ്യക്തി സന്മാർഗത്തിലേക്ക് എത്തുക. അപ്പൊ അത് ഹിദായത്താണ്. ഇവരിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? എത്തിക്കുന്നത്. അപ്പൊ ഇവിടെ ഹിദായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്മാർഗത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതിന് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൽ പെട്ടതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് വ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരായ മാർഗത്തിലേക്ക് താങ്കൾ ഹിദായത്തിലാക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്തിലാക്കുകയാണോ അവിടെ? അല്ല, അതിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു, നേർമാർഗം കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഹിദായത്തിലേക്ക് എത്താനുള്ള ഒരു കാരണമാണിത്. മറിച്ച് ഇതെന്തായാലും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഹിദായത്ത് കിട്ടുമെന്നില്ല, പ്രത്യേകം മനസ്സിലാക്കാം. അതുപോലെ വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിന, ഇതും ആ ഹിദായത്തിൽപ്പെട്ടതാണ്. വജഅൽനാഹും, നാം അവരെ ആക്കി, അഇമ്മതൻ, ഇമാമുമാരാക്കി. എങ്ങനെയുള്ളവരാണത്? യഹ്ദൂന ബിഅംരിന, ഇവിടെ ഹിദായത്ത് എന്ന് പറഞ്ഞത് നമ്മുടെ കൽപ്പന പ്രകാരം അവരെന്ത് ചെയ്യുന്നു? ഹിദായത്തിലാക്കുന്നു. ഇത് ജനങ്ങൾക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നു. കാരണം എന്താണ്? നബിമാരും അതുപോലെ തന്നെ റസൂൽമാരും ദായിമാരൊക്കെ ചിലപ്പോൾ എത്തിച്ചു കൊടുക്കും, ചിലപ്പോൾ അവർ തിരിഞ്ഞു കളയാതിരുന്നു, അവർ സ്വീകരിക്കില്ല. അങ്ങനെ അവർ ഹിദായത്തിൽ എത്താനുള്ള കാരണമാവില്ല ചിലപ്പോൾ. ഇപ്പൊ ഖുർആനിൽ പറഞ്ഞ പോലെ വഅമ്മാ സമൂദു ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ. സമൂദ് ഗോത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല പറയാണെന്ത്? ഹദൈനാഹും, നാം എന്ത് ചെയ്തു? അവർക്ക് ഹിദായത്ത് കാണിച്ചു കൊടുത്തു, നേർമാർഗം കാണിച്ചു കൊടുത്തു, അവരെ നേർമാർഗത്തിലാക്കാൻ ശ്രമിച്ചു. വസ്തഹബ്ബുൽ അമ അലൽ ഹുദ, പക്ഷെ അവര് അന്ധതയ്ക്ക് മുൻഗണന കൊടുത്തു. എന്തിനേക്കാളും? ഹുദ, സന്മാർഗത്തിനേക്കാളും. അപ്പോ ചിലപ്പോ നബിമാരായിക്കോട്ടെ, റസൂൽമാരായിക്കോട്ടെ, ദായിമാരായിക്കോട്ടെ, അവര് ഹിദായത്തിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കും, അതിനെത്തിച്ചു കൊടുക്കും. പക്ഷെ അവരെന്ത് ചെയ്യും? അതിന് തിരിഞ്ഞു കളയും. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹിദായത്ത്. അതാണ് ഹിദായത്തു തൗഫീഖ് വൽ ഇൽഹാം. അതായത് ഹിദായത്തിലേക്ക് തൗഫീഖ് നൽകാം. ഈ ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു തആലക്ക് മാത്രമുള്ള കാര്യമാണിത്. ഒരു വ്യക്തിയെ ഹിദായത്തിലാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആ വ്യക്തി ഹിദായത്തിലാവും. ഏതുപോലെയല്ല, രണ്ടാമത്തെ പറഞ്ഞ പോലെയല്ല. അതിൽ പെട്ടതാണ് ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, ആരാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവന്റെ ഹൃദയത്തെ അള്ളാഹു നേർമാർഗത്തിലാക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിന് വേണ്ടിയിട്ട് ദുആ ചെയ്ത സമയത്ത് അള്ളാഹു തആല ഇറക്കിയ ആയത്താണിത്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. അള്ളാഹു തആല ആയത്ത് ഇറക്കിയത് നിനക്ക് നീ ഉദ്ദേശിച്ച ആളുകൾക്ക് താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹിദായത്തിലാക്കാൻ പറ്റില്ല. അതായത് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന കാര്യമാണ് എന്ത്? ഈ ഹിദായത്ത്. അള്ളാഹു ഉദ്ദേശിച്ചവർക്കാണ് അള്ളാഹു തആല തൗഫീഖ് നൽകുക. നാലാമത്തെ ഹിദായത്ത് ഹിദായത്തുൻ ഫിൽ ആഖിറ. ഹിദായത്തുൻ ഫിൽ ആഖിറ എന്ന് പറഞ്ഞാൽ പരലോകത്ത് സംഭവിക്കുന്ന ഒരു ഹിദായത്താണത്. ഇലൽ ജന്ന അവിന്നാർ, ഒന്നെങ്കിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. അതിലോട്ടാണ് ഫഹദൂഹും ഇലാ സിറാത്തിൽ ജഹീം, അവരെ നരകത്തിന്റെ മാർഗത്തിലേക്ക് നീ എന്ത് ചെയ്യ്? അവരെ ഹിദായത്തിലേക്ക് ആക്കുക, അല്ലെങ്കിൽ അതിന്റെ വഴി കാണിച്ചു കൊടുക്കുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരലോകത്ത് എത്തി കഴിഞ്ഞാൽ സ്വർഗത്തിലെ ആളുകളോട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറയും, നരകത്തിലുള്ള ആളുകളോട് നരകത്തിൽ പ്രവേശിക്കാൻ പറയും. വഖാലു അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം. അപ്പൊ ഇതാണ് ബറകല്ലാഹു ഫീക്കും 4 തരത്തിലുള്ള ഹിദായത്ത്.